ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സീരിയലിലേക്ക് പോവുക അല്ലെങ്കിൽ സിനിമയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഒന്നുകിൽ ഒരു ഷോർട്ട് ഫിലിമിൽ ആദ്യം അഭിനയിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ആൽബം, ഒന്നുമില്ലെങ്കിൽ ഡബ് സ്മാഷോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് മീഡിയംസ് ഉണ്ട് ഇന്ന് നമുക്ക് മാധ്യമങ്ങളിലേക്ക് എത്താനായിട്ട്. പക്ഷേ ചേട്ടൻ അഭിനയിച്ച് തുടങ്ങുന്ന കാലത്ത് നമുക്ക് ഒരു സീരിയൽ അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ മുഖം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചേട്ടൻ ഈ പറഞ്ഞതുപോലെ കഥ തുടരുന്നു ആ ഒരു സീരിയൽ ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യം? കാരണം ഇതാണോ എൻ്റെ ലൈഫ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മീഡിയം ഇതാണ്, അങ്ങനെ എന്തായിരുന്നു? എനിക്ക് ആ ഒരു ക്യൂരിയസ് ആണ്. ഞാൻ ഇതിനെക്കുറിച്ച് പക്ഷേ വിശദമായിട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരു മറുനാട് മലയാളിയായിട്ട് ജനിച്ചു വളർന്നതല്ല, ഞാൻ കേരളത്തിലായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഡൽഹിയിലുള്ളപ്പോൾ മസ്താങ് ജീൻസിൻ്റെ ഒരു ആഡിൻ്റെ പരസ്യത്തിനാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. കോളേജിലുള്ളപ്പോൾ 18 years ഉള്ള സമയത്താണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് എൻ്റെ ക്യാമറ അഭിമുഖീകരിക്കുന്നത് അതിൽ കൂടെയാണ്. ആ ക്യാമറമാൻ പറഞ്ഞു ലുക്സും ഒക്കെ കൊള്ളാം, അഭിനയം നോക്കിയൂടെ, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. ആഡ് ചെയ്തു. പിന്നെ അപ്പുഗർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളുടെ വീഗാലാൻഡൊക്കെ ഉള്ള പോലെ അപ്പുഗർ 82 കാര്യമാണ് ഞാൻ പറയുന്നത്. ആ സമയത്തൊക്കെ തുടങ്ങിയ അതിൻ്റെ ഡോക്യുമെൻ്ററിയിൽ ഞാൻ 91 ചെയ്തിരുന്നു അതിൻ്റെ ഡോക്യുമെൻ്ററി. അപ്പം അങ്ങനെ ആണ് ഞാൻ അഭിനയത്തിലോട്ട് കടക്കുന്നത്. പിന്നെ തെലുങ്കില് ഞാൻ ഹൈദരാബാദിലും ആയിരുന്നു, അതിന് ഡൽഹി ഹൈദരാബാദിലായിരുന്നു. ചിട്ടിക്കല പന്തരി എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമയിലാണ് ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്നത്. സത്യം പറഞ്ഞാൽ അഭിനയമായിട്ട് വരുന്നത് ചിട്ടിക്കല പന്തരി എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമയിൽ. അതിൽ ഡാൻസിൽ കൂടെ ആയിരുന്നു ഞാൻ വരുന്നത്. മന്മഥൻ രതി അതിൻ്റെ ഡാൻസ് സംഭവം ഉണ്ടായിരുന്നു, അതിൽ കൂടെയാണ് ഞാൻ ഫസ്റ്റ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മഴവിൽ കൂടാരം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു എൻ്റെ മലയാളം സിനിമയിൽ ആദ്യം വരുന്ന. റഹ്മാൻ്റെ സുഹൃത്തായിട്ട് ഞാൻ, നന്ദു, ഇടവേള ബാബു, അബി, അന്തരിച്ച് അബിയൊക്കെ ഓർക്കുന്ന ഈ ഒരു സംഭവത്തിൽ. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് വന്ന ഒരു സംഭവം മഴവിൽ കൂടാരം എന്ന് പറഞ്ഞ സിനിമയിൽ കൂടെയാണ് ഞാൻ വരുന്നത്. സിദ്ദീഖ് ഷമീർ ഡയറക്റ്റ് ചെയ്ത്. അതാണ് അതിൻ്റെ ശേഷമാണ് ഈ സംഭവം പറയുന്നതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏത് ലാംഗ്വേജ് ആണ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കാൻ കൂടുതൽ കംഫർട്ടബിൾ? എന്താണ് കാരണം? അഭിനയം എന്ന് പറഞ്ഞാൽ ഞാൻ ജനറലി പറയുന്നത്, ഇപ്പം ഏത് ആൾക്കും ലാംഗ്വേജ് നല്ലോണം അറിയണമെങ്കിൽ അത് അനായാസമായിരിക്കും. ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കാണുന്നത്. ഇപ്പം നമ്മൾ ഒരു ലാംഗ്വേജ് അറിയുന്ന ആളും അറിയാത്ത ഒരാളുടെ വ്യത്യാസം പറയാം. ഇപ്പോൾ അഭിനയം, ഡേ നീ ഇവിടെ വാ, പോയി നിൻ്റെ കാര്യം നോക്ക്, ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു സംഭവമാണ്. ഡേ നീ ഇവിടെ നിൻ്റെ പണി പോയി നോക്ക്, നമ്മൾ കൈൻ്റെ ആക്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു സംഭവം. ലാംഗ്വേജ് അറിയാത്ത ഒരാൾ ചിലപ്പോൾ പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഡേ നീ ഇവിടെ അങ്ങനെ കാര്യം പോയി നോക്ക്, ഇത്ര ചിലപ്പോൾ ആ വ്യത്യാസം. അപ്പം ലാംഗ്വേജ് കമാൻഡ് ഉള്ള ആൾക്ക് ഏത് ഭാഷയിലും എത്രത്തോളം ലാംഗ്വേജ് കമാൻഡ് ഉണ്ട് അത്രത്തോളം അനായാസമായിട്ട് പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റും. അതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതായത് സിംപ്ലി സെയിങ് ദാറ്റ്, അതായത് നമുക്ക് ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർക്കുള്ള കുറച്ച് മാനറിസംസ് ഉണ്ട്. ഇപ്പം നമ്മുടെ മലയാള ഭാഷ ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ കൈയെടുത്ത് സംസാരിക്കുന്നു, ഓട്ടോമാറ്റിക്കലി അത് നാച്ചുറലി വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ലാംഗ്വേജ് അറിയാത്ത ഒരാൾക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് മേ ബി ആർട്ടിഫിഷ്യലി അർത്ഥം മനസ്സിലാക്കി കൊണ്ടുവരേണ്ടി വരും. തീർച്ചയായും എഫേർട്ടും കൂടുതലായിരിക്കും. അപ്പോൾ അത് ലാംഗ്വേജ് കമാൻഡ് ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞ പോലെ ബയാട്ടി നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ സീരിയൽസ് ഒക്കെ നമുക്കറിയാം, ചൂടപ്പം പോലെ നമ്മൾ ചിലപ്പോൾ ക്യാമറ മുമ്പിൽ ഒന്ന് ഇരിക്കുമ്പോഴായിരിക്കും അറിയുന്നത് സീൻ തരുന്നതും എഴുതിയ ഡയലോഗ്സ് ഒക്കെ. അങ്ങനത്തെ അവർക്ക് ചിലപ്പോൾ ഭാഷ അറിയാത്തവർക്ക് അത് ഞാനും അനുഭവിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ട്. കാരണം മലയാളം ഞാൻ പറഞ്ഞില്ല പഠിച്ചുകൊണ്ടൊന്നും ഇവിടെ ആയിരുന്നില്ല. അപ്പം തുടക്കത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ, പക്ഷേ സിനിമയൊക്കെ ആകുമ്പോൾ സ്ക്രിപ്റ്റ് നേരത്തെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു, പ്രശ്നം അപ്പോൾ തോന്നിയിട്ട് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ സീരിയൽസിലൊക്കെ ഞാൻ നോക്കിയിരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പിൽ പോയി ചാടി നിൽക്കുമ്പോൾ ദൂരദർശനിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ദൂരദർശനിൽ പണ്ട് തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ 13 എപ്പിസോഡ് 15 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ സ്ക്രിപ്റ്റ് റെഡിയാണ്. നമുക്ക് സിനിമ പോലെ തന്നെയാണ്, സെയിം അതേപോലെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഇതിലാണ് ഇപ്പോൾ ആർട്ടിസ്റ്റ്മാരെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ട്രാക്ക് മാറ്റുന്നതും ഓരോ അവൈലബിലിറ്റി നോക്കിയിട്ട് അപ്പോൾ എഴുതി കൊണ്ടുവരുന്നതും. അപ്പോൾ ഒന്നും പ്രീ പ്ലാൻഡ് അല്ല ഇപ്പോഴത്തെ. ആ സമയത്ത് കിട്ടിയത് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രോംപ്റ്റിംഗ് കേട്ടിട്ട് ആൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അത് പറഞ്ഞത് ലാംഗ്വേജ് അറിയുന്ന ആൾക്ക് ഈസിയാണ്, അറിയാത്ത ഒരാൾക്ക് അത് ബുദ്ധിമുട്ട് ക്യാച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു മറുനാട് മലയാളിയായിട്ട് ജനിച്ചു വളർന്നതെല്ലാം ഹൈദരാബാദും ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന പോലെ 6 ഭാഷകൾ ഞാൻ അനായാസമായിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു സംഭവം ഉണ്ടല്ലോ, മാസ്റ്റർ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയുന്ന പോലെ ഈ 6 ഭാഷ സംസാരിക്കും. പക്ഷെ മാസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാതും ഒപ്പിച്ച് നല്ലോണം സംസാരിക്കും. പക്ഷെ തെലുങ്കൊക്കെ ഈ പറഞ്ഞ പോലെ മലയാളമൊക്കെ ഇപ്പോഴാണ് ഞാൻ നേരെ ചെയ്യുമെന്ന് സംസാരിക്കാൻ തുടങ്ങി കുറേ വർഷമായിട്ട്. നേരത്തെ ഞാൻ അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത്
ഈ മലയാളം പ്രോഗ്രാംസ് ഒക്കെ കാണുന്നത് വളരെ കമ്മിയായിരുന്നു. കൂടുതലും ഹൈദരാബാദും അവിടെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള ഫ്രണ്ട്സും അങ്ങനെ അവരായിട്ടുള്ള സമ്പർക്കമൊക്കെ ഉള്ള കാരണം ആ ലാംഗ്വേജസ് ആയിരുന്നു സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ അഭിനയിക്കണമെങ്കിൽ നമ്മൾ ലാംഗ്വേജ് കമാൻഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിരന്തരം ഇപ്പോൾ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല. മലയാളം പ്രോഗ്രാംസ് മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം മുതൽ മലയാളത്തിൽ എൻ്റെ സാന്നിധ്യം തിരിച്ചറിയിക്കണം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവിന് ആദ്യം തന്നെ എല്ലാവിധ ഭാവങ്ങളും നേരിടും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ചേട്ടാ, എനിക്ക് തോന്നുന്നു മറുനാടൻ മലയാളി ആയതുകൊണ്ട് തന്നെ വീട്ടിൽ മലയാളമാണോ സംസാരിച്ചിരുന്നത് അതോ മറ്റ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആയിരുന്നു കൂടുതൽ? ഇല്ല, വീട്ടിൽ മലയാളം തന്നെ. നമ്മൾ അച്ഛനമ്മയും മലയാളീസ് തന്നെ. എൻ്റെ അടുത്ത് പലരും ചോദിക്കാം. അപ്പോൾ അച്ഛനമ്മയുടെ കൂടെ ഞാൻ നാട്ടിൽ ചിലപ്പോൾ പാലക്കാടിലെ ഗുരുവായൂർ കല്യാണത്തിനൊക്കെ വരുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചോദിക്കും, എന്ത് അച്ഛനമ്മയത്തിന് നന്നാലും മലയാളം സംസാരിക്കുന്നു, താനെന്ത് സംസാരിക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ എന്നെ പോലെ ജനിച്ചു വളരുന്ന പലരും ഉണ്ട്. അപ്പോൾ ഇതായിട്ട് പറയുന്നില്ല. നമ്മൾ സ്കൂളിൽ പോകുന്നു, രാവിലെ പോകുന്നു, ആ പോണതിന് മുമ്പ് അച്ഛൻ നമ്മളോട് സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നു. തിരിച്ചു വന്ന ശേഷം സ്കൂളിൻ്റെ ഫ്രണ്ട്സായിട്ട് നമ്മൾ കറങ്ങുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് അവിടെയുള്ള ലോക്കൽ ഫ്രണ്ട്സായിട്ട് നമ്മൾ കറങ്ങുന്നു. തിരിച്ചു വന്ന് പഠിക്കാനും. അപ്പോൾ നമ്മൾ ഏറെ കൂടെ സംസാരിക്കുന്നത് ഇപ്പോൾ ഭക്ഷണം തരുമെന്നല്ല, അമ്മ ഫുഡ് റെഡിയായോ, നമ്മൾ ഇംഗ്ലീഷ് വാക്സ് കൂടുതൽ ഉപയോഗിക്കും. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ ലാംഗ്വേജ് ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ അങ്ങനെ തട്ടുവിട്ട്. പക്ഷേ കേരളത്തിൽ വരുമ്പോഴത്തേക്കും ഈ നമ്മൾ അന്ന് അവിടെ ഇംഗ്ലീഷ് യൂസ് ചെയ്തിരുന്ന പല വാക്കുകൾക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട് മലയാള വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അല്ല, അതെ പറഞ്ഞ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പ്രോഗ്രാംസും ഇതൊക്കെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന എഴുതാനും വായിക്കാനും ഒക്കെ സ്വന്തമായിട്ട് എഴുതാന്ന് പറഞ്ഞാൽ അത്ര എനിക്ക് ആവശ്യമില്ല. സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നില്ല. അപ്പം വായിക്കാൻ പുസ്തകമൊക്കെ എടുത്ത് വായിക്കാനൊക്കെ തുടങ്ങി. അപ്പം അതൊക്കെ നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ അഭിനയിക്കാൻ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ലാംഗ്വേജ് കമാൻഡ് ഉള്ളവർക്ക് നല്ലോണം അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ വിശ്വാസം എനിക്കുണ്ട്. അത് ഇപ്പോൾ തെലുങ്ക് ഡയലോഗ്സ് ഞാൻ പറയാറുണ്ട്. ഇവിടുന്ന് തെലുങ്കിൽ അഭിനയിക്കാൻ വരുന്ന പലരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. അവർ പറയുന്ന ഡയലോഗ്സ് ഒക്കെ പറയുമ്പോഴും ഞാൻ കേൾക്കുമ്പോഴും ഇത് പറയുന്ന തെറ്റാണല്ലോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ എനിക്ക് അവിടെ ജനിച്ചു വളരുന്ന കാരണം അതിന്റെ കറക്റ്റ്നെസ് എങ്ങനെയാണ് ലാംഗ്വേജ് ആണ് ഇമ്പോർട്ടന്റ്. ഏത് ആർട്ടിസ്റ്റ് ഏതൊരു മീഡിയം ആണെങ്കിലും ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൈമറി സംഭവമാണ്. തീർച്ചയായും. ആരെങ്കിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ താരം ചെയ്ത റോള് സിനിമയിൽ കാണുമ്പോൾ അയ്യോ ഈ റോള് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ട് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചൊരു റോള് ഇതാണല്ലോ എന്നൊക്കെ തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ അങ്ങനെ പ്രത്യേകിച്ച്? അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും പലതും നന്നായിട്ടുണ്ട്. പലതും നമുക്ക് ഒന്നോ രണ്ടോ എടുത്ത് പറയാൻ പറ്റില്ല. എത്രയോ സിനിമ നമ്മൾ നോക്കുമ്പോൾ ഇത് ഭംഗിയായിട്ട് ചെയ്തതിൻ്റെ ഒരു പക്ഷെ അതുപോലെ അവരെ പോലെ ചെയ്യാൻ പറ്റുമോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ അത് എത്രയോ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല. പക്ഷെ അവരുടെ അളവിന് ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൂടാ. ഇതൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നലെ പോലും ലാലേട്ടൻ്റെ എന്തോ ഇന്റർവ്യൂ കണ്ടിരുന്നു, മറ്റേ ന്യൂസ് മേക്കർ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ സംഭവം ചിലതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തു വരുന്ന സാധനമാണ്. അത് നമുക്ക് അറിഞ്ഞുകൂടാ നന്നായിരിക്കോ ഇല്ലയോ എന്നൊക്കെ. ഇപ്പൊ ഫാസിൽ സാറൊക്കെ പറയണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്തിട്ട്. ഞാനങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യാറില്ല ജനറലി. ആ സമയത്ത് വരുന്ന ഒരു സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് പണ്ട് മുതലേ ചെയ്യുന്നത് ജനറലി. അപ്പോൾ അത് ചിലപ്പോൾ നന്നായിട്ട് വരാറുണ്ട്, ചിലത് അറിയാതെ ചിലപ്പോൾ ബോറും ആവും ചിലപ്പോൾ. പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സാധനമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചേട്ടൻ്റെ അഭിപ്രായത്തിൽ അഭിനയം ഷുഡ് ബി നമ്മൾ മാക്സിമം നാച്ചുറൽ. ആ സമയത്ത് പറയുന്ന ഡയലോഗ്സ് ഇപ്പൊ ചിലപ്പോൾ ഒരേ സാധനം ചെയ്തത് റിപ്പീറ്റ് ആയിട്ട് അതേപോലത്തെ ചെയ്യണമെങ്കിൽ അത് ഇപ്പൊ ഡാൻസ് പഠിക്കുന്ന പോലെയാണ്. ഡാൻസ് സ്റ്റെപ്സ് പഠിക്കുന്നത് 1 2 3 4 കൗണ്ട് പോലെ. അത് ആ രീതിയിലുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. പക്ഷെ അല്ലാതെ ഇപ്പോൾ ഒരു ഡയലോഗ് തന്നാൽ ആ ഡയലോഗിനെ തന്നെ ഒരു 4-5 രീതിയിൽ മാറ്റി പറയാൻ പറ്റുന്നതാണ് ഏറ്റവും ഒരു ആർട്ടിസ്റ്റിന്റെ കഴിവെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, ചേട്ടൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിനുശേഷം ചേട്ടൻ ഡബ് ചെയ്യാൻ തുടങ്ങി, മലയാളം ലാംഗ്വേജ് സ്വായത്തമാക്കി. അപ്പോൾ ആദ്യമായിട്ട് ഡബ്ബിംഗ് തിയേറ്ററിൽ കയറിയിരുന്ന് തനിക്ക് വേണ്ടിയിട്ട് ഡബ്ബ് ചെയ്ത് തുടങ്ങിയപ്പോൾ തോന്നിയോ എളുപ്പമുള്ള പരിപാടിയാണ് ഇതെന്ന്? എളുപ്പം എന്ന് പറയാൻ പറ്റില്ല. തുടക്കത്തിലൊക്കെ നമ്മൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴാണ് പക്ഷേ ഭയങ്കര എളുപ്പമായിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഇതെടുത്ത് അവർ കയറ്റി അവർ തന്നെ ചെയ്യുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ലിപ്പ് കറക്റ്റായിട്ട് നമ്മൾ ഇതൊക്കെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലിപ്പ് നോക്കാതെ തന്നെ അതിന്റെ മീറ്റർ പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കിട്ടിയാൽ മതി. അത് ചെയ്യുന്നുണ്ട് പല കാര്യത്തിനും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ അതിലുപരി ഞാൻ ചിന്തിച്ചിരിക്കുന്നത് എൻ്റെ വോയിസ് അത്ര ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് വോയിസ് ആയിരുന്നില്ല ഇപ്പോഴും അല്ല. പക്ഷെ ഞാൻ തെലുങ്ക് സിനിമയിൽ ഞാനൊരു എസ് എ ആയിട്ട് അഭിനയിച്ചിരുന്നു. എസ് എ ആയിട്ട് അഭിനയിച്ച സമയത്ത് അത് നല്ലൊരു പവർഫുൾ ക്യാരക്ടറാണ്, നായകൻ തുല്യ റോള്. അതിന് ഡബ് ചെയ്തത് അവിടുത്തെ ഉള്ളൊരു കക്ഷിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ തെലുങ്ക് സംസാരിക്കുന്നുണ്ട്, അവിടെ മലയാളം സംസാരിക്കുന്നുണ്ട് വേറെ ചിലവരോട്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്താണ് എങ്ങനെയാണ് മലയാളം സംസാരിക്കുന്നത് തെലുങ്ക് സംസാരിക്കാൻ? പറഞ്ഞു ഇല്ല, ഇവിടെ ആയിരുന്നു, ഹൈദരാബാദിലായിരുന്നു, ബേസിക്കലി മലയാളിയാണ്.
അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് പുള്ളി ഞങ്ങളോട് പണ്ട് ഹൈദരാബാദ് ട്രൂപ്പുള്ളപ്പോൾ എന്നോട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, മിമിക്രി ചെയ്യാൻ വന്ന വ്യക്തിയാണ്. പുള്ളി വലിയ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി കമ്പനി ആയ ശേഷം ഈ പുള്ളി തന്നെ അതിലത്തെ പ്രൊഡ്യൂസർ ഒരു മന്ത്രവാദി റോളാണ് ചെയ്യുന്നത്. ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന പുള്ളി അഭിനയിച്ചിട്ടില്ല. പ്രൊഡ്യൂസറിൻ്റെ ഈ പറഞ്ഞ പോലെ ഒന്നും പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഫ്രണ്ട് പറഞ്ഞ ഡബ്ബിങ് ആർട്ടിസ്റ്റ് പറഞ്ഞു, ഞാൻ എൻ്റെ സൗണ്ട് പുള്ളി കൊടുത്തിട്ടുണ്ട്, ഞാൻ വേറൊരു സൗണ്ടിൽ പുള്ളിക്ക് ഡബ് ചെയ്യാം. അത് പുള്ളി ഡബ് ചെയ്തു മന്ത്രവാദിക റോള്. പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ എവിടെയും ഇല്ലാത്ത ക്യാരക്ടർ വേറെ തലത്തിലെത്തി. അപ്പം ഞാൻ മനസ്സിലാക്കിയ സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളി ഇതെന്ന് പറഞ്ഞാൽ അഭിനയം ശരിക്കും ഒരു 50% മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു 50% സൗണ്ടിലാണ് പലതും നമ്മൾ കവർ ചെയ്തു. തീർച്ചയായിട്ടും ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അഭിനയത്തിൻ്റെ കേസിൽ അതൊന്നും. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചില കേസ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സൗണ്ടിൻ്റെ മോഡുലേഷൻ്റെ കേസല്ല, എങ്ങനെ ബാസ് കൂട്ടിയിട്ട് സംസാരിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ് കുറേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഒരു ഡയലോഗ് പിന്നെ ഞാൻ പറഞ്ഞ സാധനം ഞാൻ പറയാം. ഈ സൗണ്ടല്ല മിമിക്രി ചെയ്യാറുണ്ടോ ചോദിക്കാറുണ്ട്. അപ്പോൾ മിമിക്രി ഇല്ല, ഈ ഒരു സംഭവം ചെയ്യാറുണ്ട്. അത് അനായാസമായിട്ട് എനിക്ക് 24 hours సంസാരിച്ചുകൊണ്ടിരിക്കാൻ పట్టారు. ఎవరికిరా సెక్యూరిటీ, ఎందుకురా భద్రత, ఓట్లేసిన జనాలు తంతారని మంత్రులకు రక్షిస్తున్నారా, జెండాలు మోసి జేజేలు పలకరించే నిజమైన కార్యకర్తలు కత్తితోని పొడుస్తారని మంత్రులకు రక్షిస్తున్నారా. ఎవరికిరా సెక్యూరిటీ, నిన్నటిదాకా లేని ఇసుక బస్తాలు, నిన్నటిదాకా లేని మెషిన్ గన్లు ఇవ్వాలెందుకురా? ప్రజలు హంతకులయ్యారా, లేక మీ నాయకులు బంతిపోట్లు దొంగలయ్యారా? ముందు దానికి సమాధానం చెప్పు. സൗണ്ടിന്റെ മാറ്റം എന്ന് പറഞ്ഞ പുള്ളി ഇത് എപ്പോഴും സംസാരിക്കാം. രഞ്ജോസ് സുഖം തന്നെയല്ലേ, എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ, വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നോ? അതായത് ചേട്ടന്റെ ശബ്ദം, ചേട്ടന്റെ ഓൺ ശബ്ദം പോലെ തന്നെ ഇത് അത്രയും മാറ്റിയെടുക്കാം. അപ്പൊ പുള്ളി പറഞ്ഞ സംഭവം ഇത് വില്ലനായിട്ട് സാധനങ്ങളൊക്കെ ചെയ്യാൻ അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറെ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാറുണ്ട്. ഹിന്ദിയിലൊക്കെ ഡയലോഗ്സ് ചിലപ്പോൾ പറഞ്ഞു നോക്കാറുണ്ട്, മലയാളത്തിൽ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം. തീർച്ചയായിട്ടും അത് രാജാവിന്റെ മുകളിൽ ലാലട്ടൻ പറഞ്ഞ സംഭവമാണ്. അത് സത്യഭാമയ്ക്ക് പ്രേമലേഖനിൽ നമ്മൾ ഇന്ദ്രൻ സേട്ടൻ കോമഡി രീതിയിൽ പറഞ്ഞിരുന്നു. അതിന്റെ സാധനത്തിന് ഞാൻ പറഞ്ഞു നോക്കാം. കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരുടെ മൃദുല കച്ചേരി മാത്രം കേട്ടുകൊണ്ട് ജീവിക്കുന്ന അമ്മായിമാർക്ക് പുരുഷന്മാരോടൊക്കെ വെറുപ്പാണെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ ഉത്തമ പൗരുഷമുള്ള ഈ പുരുഷോത്തമൻ അല്പം തുറന്ന കാര്യങ്ങൾ പറയേണ്ടി വന്നതിന് അമ്മായിമാർക്കൊന്നും തോന്നരുത്. ഇനിയിപ്പോൾ തോന്നിയാലും എനിക്കൊരു ചുക്കുമില്ല. കാരണം കണക്കുകളുടെ കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യെസ്, ഐ ആം ദ പ്രിൻസ്, രാജാവിൻ്റെ മകൻ, സാക്ഷാൽ വിക്രമാദിത്യവർമ്മയുടെ ഏക മകൻ പുരുഷോത്തമൻ. അപ്പോൾ ചേട്ടാ നമുക്ക് ഇനിയിപ്പം അപ്കമിങ് പ്രൊജക്ട്സുകൾ ഏതൊക്കെയായിരിക്കും? ഒന്ന് വയലറ്റ് പൂക്കൾ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നുണ്ട്. അരുൺ രാജ് പോത്തനാൽ എന്ന് പറഞ്ഞ പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന. അതിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു അബുദാബിയിലുള്ള കുറേ കലാകാരന്മാരുടെ കൂട്ടായ്മ അവർ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ തന്നെ മാക്സിമം അവർ തന്നെ അഭിനയിക്കുന്നത്. അപ്പോൾ അതിലൊരു വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു വ്യത്യസ്തമായൊരു വേഷമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങൾക്ക് ശേഷം തിലോത്തമ എന്ന് പറയുന്ന പടം ചെയ്തിരുന്നു ഗോകുലം ഗോപാലൻ സാറിന്, ഒരു ഡാൻസ് മാസ്റ്റർ, പക്ഷേ ഒരു ശ്രയനഭാവമുള്ള രീതിയിലുള്ള സംഭവം. പക്ഷേ നല്ല റീച്ചായിരുന്നു. 6-7 സീൻസേ ഉണ്ടായിരുന്നുള്ളൂ പടത്തിൽ. എന്നാൽ പടം വലുതായി വിജയിച്ചില്ലെങ്കിലും ഇപ്പോൾ ഫ്ലവേഴ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ പലരും കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഈ വയലറ്റ് പൂക്കൾ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ചെയ്യുന്നു. പിന്നെ ഒരു പടത്തിന് പൂജ നടന്നിട്ടുണ്ട്, ഇത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ, സുനിൽ ദത്ത് സുകുമാരൻ എന്ന് പറയുന്നത്. പക്ഷെ അത് പൂജ കഴിഞ്ഞിട്ട് അതിലൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും അതിൻ്റെ ഫോർവേഡ് ആയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതും ഡാൻസും ഈ പ്രോഗ്രാംസൊക്കെ ഉള്ള കാരണം തൽക്കാലം ഞാൻ അങ്ങനെ അഭിനയത്തോട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഉടൻ തന്നെ ഈ എന്താണ് ബൈ February സംതിങ് ഇറങ്ങിത്തുടങ്ങും. ഞാൻ തന്നെ ചിന്തിച്ചിട്ട് നമ്മൾ വീട്ടിലിങ്ങനെ ഇരുന്നാൽ ആരും വിളിക്കത്തില്ല. നമ്മൾ ഇന്നത്തെ പണ്ടത്തെ കാലഘട്ടം അല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പറഞ്ഞാൽ, പണ്ടേ പറയാറില്ലല്ലോ, രജനീകാന്തിനെ ഉൾപ്പെടെ പുള്ളി ബസ്സിൽ ഇത് കണ്ടിട്ടാണ് ബാലചന്ദ്രൻ സാർ കൊണ്ടുവന്ന് എന്നൊക്കെ പറയാറില്ലേ, കെ ബാലചന്ദ്രൻ സാർ. അപ്പോൾ അങ്ങനെ ഓരോന്നും പറയുന്ന പോലെ അങ്ങനത്തെ കാലഘട്ടം ആരെയും എത്ര വലിയ കലാകാരനാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് വിളിച്ചൊന്നും കൊണ്ടുപോകില്ല. നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ട് നമ്മൾ ചോദിച്ച് വല്ലതൊക്കെ അന്വേഷിച്ച് നടന്നാൽ മാത്രമേ ഒരാൾ ഈ പറയുന്ന പോലെ ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും നമുക്ക് വേഷങ്ങൾ തരത്തില്ല. അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കാലഘട്ടം അങ്ങനെയാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് മധുമേനൻ എന്ന് പറയുന്ന ഒരു മധുമേനനെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഒന്നിന് പതിന് ചിലപ്പോൾ 10. തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തതാണ്. അത് തീർച്ചയായും നമ്മൾ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്നത് ചൊല്ലണം. നമ്മൾ അറിയിച്ചില്ല, നമ്മളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും നമ്മൾ ഇതില്ല. നമ്മൾക്ക് റോള് വേണം, നമുക്ക് അഭിനയിക്കണം സാർ, വല്ല വേഷങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും
അപ്പോഴേ അവർ പരിഗണിക്കുള്ളൂ. അല്ലാതെ നമ്മൾ പല ഫംഗ്ഷൻസിലും കാണും, ചിരിച്ചു സുഖം തന്നെ, നമ്മൾ സുഖം തന്നെ, അത്ര കാര്യമായിട്ട് നമ്മൾ പോകാറുണ്ട്. പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലാന്ന് നമ്മൾ ചോദിച്ച് നടക്കണം. അത് ഉടൻ തന്നെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നുള്ള തയ്യാറെടുപ്പില്ല. ചാനലിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.